പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ, ആഷാഢമാസം തുടങ്ങിയ ഗാനങ്ങൾ ശ്രദ്ധേയമാണ്. 200-ലധികം സിനിമകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, 200 സിനിമകളിലായി 700-ലധികം ഗാനങ്ങൾക്കാണ് അദ്ദേഹം ആ ഗാനങ്ങളുടെ ശില്പിയായാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണോ? സംസ്കാരം അടക്കമുള്ള മറ്റ് സമയക്രമം എന്തെല്ലാമാണ്? നീലിമ, രചനാ രംഗത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു പേര് തന്നെയായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. മനസ്സിനെ മണിക്കുന്ന എത്രയോ ഗാനങ്ങളിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി. ഏറെ നാളായി രോഗബാധിതനായിരുന്നു. ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് ഇന്ന് വൈകുന്നേരം 4:55 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. നേരത്തെ വീണ് പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. മൃതദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. പൊതുദർശനം, സംസ്കാരം എന്നിവ സംബന്ധിച്ച് പിന്നീട് അറിയിക്കുമെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ആശുപത്രിയിൽ തന്നെയായിരിക്കും മൃതദേഹം എന്ന കാര്യം ആണ് ബന്ധുക്കൾ പറയുന്നത്. പിന്നീട് പുറത്ത് വിദേശത്തുള്ള മറ്റ് ബന്ധുക്കൾ കൂടി, മക്കൾ എത്തിയിട്ടുണ്ട്. മറ്റ് ബന്ധുക്കൾ കൂടി എത്തിയതിനു ശേഷം സംസ്കാര തീയതി, ഒപ്പം തന്നെ എവിടെയാണ് പൊതുദർശനം എന്നീ കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനമുണ്ടാകുമെന്ന കാര്യം കൂടി. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. വിവരങ്ങളാണ് ജിജീഷ് കരുണാകരൻ പങ്കുവച്ചത്.